ഓ, ശരിക്കും ഈ മെഷീൻ എങ്ങനെയാ ഓൺ ചെയ്യുന്നത്? പെട്ടെന്ന് ജോലി തീർക്ക. 2 ദിവസത്തിനുള്ളിൽ ജോലി തീർത്തില്ലെങ്കിൽ പ്യാരി വല്ലാതെ ദേഷ്യപ്പെടും. ജോലി തീർത്ത് കഴിഞ്ഞല്ലോ. ഗ്യാസ് ഇതാ റെഡിയായി കഴിഞ്ഞു. അതെ, ഗ്യാസ് റെഡിയായി കഴിഞ്ഞു. ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ പറഞ്ഞ ഗ്യാസ് റെഡിയാണ്. ഇത് ശരിയായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് പറഞ്ഞേ. മണ്ടന്മാരെ, ആര്യവ്യാപി ഗ്യാസ് തയ്യാറാക്കാൻ പറഞ്ഞപ്പോൾ ലാഫിംഗ് ഗ്യാസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. സാർ, ഈ ഗ്യാസിന്റെ ആയുസ് 5 മിനിറ്റ് മാത്രമേ ഉണ്ടാവൂ. അത് കഴിയുമ്പോൾ തീർന്നോളും. ഇയാൾ എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത്? എനിക്ക് തോന്നുന്നത് സ്പൈ എന്നാണ്. എടാ, വേഗം പിടിക്കവനെ. നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഈ കാര്യം ഞാൻ ഉറപ്പായിട്ടും പോലീസുകാരോട് പറയാൻ പോവുകയാണ്. സാർ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതെങ്കിലും കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞേ. എടാ, ഇത് എന്തിനാ തുറന്നത്? ആരോട് ചോദിച്ചിട്ടാ തുറന്നത്? ഇനി 5 മിനിറ്റത്തേക്ക് നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എല്ലാ ഡേറ്റയും കോപ്പിയാകും. അല്പസമയം കൂടെ ബാക്കിയുള്ളൂ. फास्ट 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 हो गया. അല്ല, ഇതെന്താണ്? ഇതിനകത്തുള്ള എല്ലാ ഡാറ്റയും കളവ് പോയെന്നാ തോന്നുന്നത്. അവൻ മുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിടിക്കവനെ. ദാ നിൽക്ക്. നിനക്ക് ഇവിടുന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. കോഡ്രേറ്റ്, ഒരു സ്പൈ ഇവിടുത്തെ രഹസ്യങ്ങളെല്ലാം ഒരു പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത് സിറ്റിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബാറ്ററി തീർന്നെന്നാ തോന്നുന്നേ. ഇനി റോഡിലൂടെ ഓടുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. Oh no, he's right after me. I should go this way. അയ്യോ അയ്യോ. താഴെ പോയില്ല. അയ്യോ, നിന്റെ തലക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? പിടിക്ക്, അവൻ രക്ഷപ്പെടാൻ പാടില്ല. നമ്മൾ കുടുക്കി സാർ. ഇല്ല. അവൻ എങ്ങോട്ടാ പോയത്? പകുതി പേര് അങ്ങോട്ട് പോ, പകുതി പേര് ഇങ്ങോട്ട് പോ, ബാക്കിയുള്ളവർ എന്നോടൊപ്പം വാ. ഇന്നെന്തായാലും അടിപൊളി ഷോപ്പിംഗ് ആയിരുന്നു അല്ലേ? അല്ലേ വലിയളിയ? അതെ, ഇനി വീട്ടിൽ പോയിട്ടൊന്ന് വിശ്രമിക്കാം.
താൻ എന്താണോ ഈ കാണിച്ചത്? 70 രൂപയുടെ തക്കാളിയാ നശിപ്പിച്ച് കളഞ്ഞത്. സംശയണ്ടോ? തക്കാളിക്ക് 30 രൂപ ആയിരുന്നപ്പോ നീ അതിനെ നശിപ്പിച്ചതുമില്ല. പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ്. നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? പ്ലംബർ ആയിരിക്കും. ആരുടെങ്കിലും വീട്ടിൽ പൈപ്പ് പൊട്ടിച്ചിട്ടുണ്ടാവും ചിലപ്പോ. അവനതാ നിൽക്കുന്നു. അവര് വളരെ അപകടകാരികളാണ്. പ്ലീസ് എന്നെ രക്ഷിക്കണം പ്ലീസ്. ബണ്ണി കാർ വേഗം എടുക്ക. വേഗം കാർ എടുത്തോണ്ട് വാ, അവൻ രക്ഷപ്പെടുകയാണ്. ഓക്കേ സർ, ഓട്ടോ ഡ്രൈവ് ഓൺ. ഇതെന്താ? അയ്യോ, നമ്മൾ കുടുങ്ങി. സംശയണ്ടോ? എടാ, ഇത് നോ എൻട്രി ആണ്. നമ്മൾ റിവേഴ്സ് പോവേണ്ടി വരും. നമ്മൾ നന്നായിട്ട് കുടുങ്ങിയടാ. ദാണ്ടെ വല്ലാത്ത ട്രാഫിക് ജാം. അതാ അത് കണ്ടോ, അവരെന്നെ പിടിക്കാൻ വേണ്ടി വരികയാണ്. ഒരു കാര്യം ചെയ്യ്, ഇതെന്റെ പെൻഡ്രൈവാ. എന്റെ വീട്ടിന്റെ അഡ്രസ്സും തന്നേക്കാം. എന്റെ വീട്ടിൽ ഒരു റോബോട്ട് ഉണ്ട്. ഇത് അവനെ ഏൽപ്പിച്ചാൽ മതി. നിങ്ങളെ കണ്ടിട്ട് നല്ല കുട്ടികളാണ് തോന്നുന്നു. ഇത് അവനെ കാണിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും. ഓൾ ദി ബെസ്റ്റ് കുട്ടികളെ. അവൻ എവിടെ പോയി? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ആരാ? എന്തിനാ അയാൾ എങ്ങനെ ഓടിക്കുന്നേ? അത് പിന്നെ ഞങ്ങള് ക്രൈം ബ്രാഞ്ചിന്റെ ഓഫീസർമാരാ. അവനൊരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷനുമായിട്ടാ കടന്നത്. പെൻഡ്രൈവിലോ? അത് നിനക്കെങ്ങനെ അറിയാം? കാരണം ആ പെൺഡ്രൈവ് ഞങ്ങളുടെ കയ്യിലാ ഉള്ളത്. സംശയണ്ടോ? കാലക്കി കുട്ടികളെ, നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. ശരി, പെൻഡ്രൈവ് എന്നെ ഏൽപ്പിക്കൂ. ഇത് കൊള്ളാലോ. ഇയാള് പെൻഡ്രൈവ് വാങ്ങിച്ചിട്ട് പൊക്കളഞ്ഞല്ലോ. ആ ക്രിമിനലിനെ പിടിച്ചില്ലല്ലോ. എടാ, അത് CBI കാരാണ്. അവരുടെ പണി എന്താന്ന് അവർക്കറിയാം. നമുക്ക് സമയമായിക്കൊണ്ടിരിക്കുകയാണ്. വേഗം വീട്ടിലേക്ക് പോവാൻ വാ. നീ രക്ഷപ്പെടാന്ന് കരുതിയോ? ഇവനെ ബോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്നെ വിട്, വിട്, വിടാൻ. അയ്യോ, സുഖമായി ഉറങ്ങാനായി ഉറക്കക്കുളിയ കഴിക്കൂ. ഈ 4 പേരെ എവിടെ കണ്ടാലും നിങ്ങൾ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. ഈ 4 പേരും കുറ്റവാളികളാണ്. അതെ, മോസ്റ്റ് വാണ്ടഡ്. പക്ഷെ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? ഇതാ, ഈ സീക്രട്ട് ഏജന്റിനെ കാണാനില്ല. അവസാനമായി ഈ സീക്രട്ട് ഏജന്റ് ഈ കാറിൽ ഇവരോടൊപ്പമാണ് ഉണ്ടായിരുന്നത്. ഇതെന്നാ ആദ്യം തന്നെ നിങ്ങൾ പറയാൻ മേലായിരുന്നോ ഇയാള് സീക്രട്ട് ഏജന്റ് ആണെന്ന്? സംശയണ്ടോ? നിങ്ങൾ എല്ലാവരും ബുദ്ധിമാന്മാരാണ്. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. സീക്രട്ട് ഏജന്റ് ആയതുകൊണ്ട് ഇദ്ദേഹം സീക്രട്ട് മിഷനിലായിരുന്നു. ഇദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. അവസാനമായി സീക്രട്ട് ഏജന്റ് കണ്ടത് ഇവരാണ്. പക്ഷെ അയാളുടെ കയ്യിലൊരു ചെറിയ പെൻഡ്രൈവ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഈ കാര്യത്തിൽ ആദ്യം തന്നെ സംശയം ഉണ്ടായിരുന്നു. ആ പെൻഡ്രൈവിൽ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നതാ. ഇപ്പൊ നമ്മളെല്ലാവരും കുറ്റവാളികളാ. കൂട്ടുകാര്, ഇതിപ്പോ വലിയ പ്രശ്നമെന്ന് തോന്നുന്നു. വരൂ, ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാ സംശയങ്ങളും മാറ്റിയേക്കാം. പിടിക്കൂ അവരെ. രക്ഷപ്പെടാൻ നോക്കരുത്. പറയൂ, സീക്രട്ട് ഏജന്റ് എവിടെയാണ് ഉള്ളത്? റോഡിൽ. റോഡിൽ കളഞ്ഞു വന്നിരിക്കുകയാണോ? അല്ല, റോഡിലൂടെ ഓടിക്കളഞ്ഞു.
ഓടിക്കളഞ്ഞുവെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പിടിച്ചു വെച്ചത്? സർ, ഞങ്ങൾ പിടിക്കുകയായിരുന്നില്ല. അദ്ദേഹം ഞങ്ങളുടെ കാറിൽ വന്ന് കയറുകയായിരുന്നു. ഈഷ്, എന്നെ കണ്ടിട്ട് മടനായിട്ട് തോന്നുന്നു. അവനായിട്ട് തന്നെ നിങ്ങളുടെ കാറിൽ വന്ന് കയറി എന്നെ പിടിച്ചോളൂ എന്ന് പറഞ്ഞായിരുന്നു. സാർ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാതെ ഞങ്ങൾ പറയുന്നത് കൂടെ ഒന്ന് കേക്ക്. ശരിയെങ്കിൽ താൻ തന്നെ പറയൂ. ഇവിടെ എന്തായാലും ഒളിച്ചു കളിയൊന്നും നടക്കുന്നില്ലല്ലോ. സംശയമുണ്ടോ? അതെ, സംശയമുണ്ട്. ഒരുപാട് സംശയമുണ്ട്. എനിക്ക് മാത്രമല്ല, സിറ്റിയിലെ എല്ലാവർക്കും സംശയമുണ്ട്. അത് മാത്രമല്ല, സീക്രട്ട് ഏജന്റുമായിട്ട് നിങ്ങളുള്ളത് CCTV ക്യാമറ ഫുട്ടേജിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്കും പോയില്ല. ക്രൈം ബ്രാഞ്ചുകാർക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുമില്ല. പക്ഷേ ക്രൈം ബ്രാഞ്ചുകാർ അവന്റെ പുറകെയാണല്ലോ ഓടിയത്. അവനെ പിടിക്കാൻ വേണ്ടിയാണ് അവര് പോയത്. ഈഷ്, ഇടമരമണ്ടനായ കഴുതേ, ക്രൈം ബ്രാഞ്ചുകാർക്ക് അവന്റെ പുറകെ ഓടേണ്ട ആവശ്യം എന്താണ് ഉള്ളത്? അതിന്റെ ഉത്തരം പറയേണ്ടത് ക്രൈം ബ്രാഞ്ചുകാരാണല്ലോ. ഒരു മിനിറ്റ്, ഇപ്പോഴാണ് എനിക്ക് ശരിക്കും കാര്യം പിടികിട്ടിയത്. അവര് ക്രൈം ബ്രാഞ്ചുകാരൊന്നും അല്ല, ഗുണ്ടകളാണ്. അവരുടെ രഹസ്യങ്ങളുള്ള പെൻഡ്രൈവ് അവരെ തന്നെ ഏൽപ്പിച്ചു. കൊച്ചളിയ, എന്നോടൊപ്പം കൂടിക്കൂടി നീ ഇപ്പൊ ഒരു കഴുതയായി മാറിയല്ലേ. അവരുടെ ഇൻഫർമേഷന് വേണ്ടിട്ട് അവരെന്തിനാ സീക്രട്ട് ഏജന്റിന്റെ പുറകെ പോകുന്നേ? അവരെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസ് അവർക്ക് തന്നെ അറിയാലോ. എടാ മരക്കഴുതേ, അവര് ചെയ്ത തെറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആവും ആ പെൻഡ്രൈവില്. സംശയമുണ്ടോ? ആ ഏജന്റ് ഞങ്ങളോട് പറഞ്ഞത് അയാളുടെ വീട്ടിലേക്ക് പോയി റോബർട്ടിനെ കാണാൻ വേണ്ടിയാണ്. അവനെന്തോ പറയൂന്നും പറഞ്ഞു. പക്ഷെ എങ്ങനെയാണ് പോയി കാണുക? അദ്ദേഹത്തിനെ കാണാനായിട്ട് ആ കാർഡ് വേണം. അതുണ്ടെങ്കിലേ കാണാൻ കഴിയുള്ളൂ. അവരാ കാർഡ് നമ്മുടെ കാറിൽ തന്നെയാ വലിച്ചെറിഞ്ഞത്. വരൂ. ഈഷ്, അവിടെ നിൽക്ക്. നിങ്ങൾ വാണ്ടഡ് ആണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് എവിടേക്ക് പോകാൻ കഴിയില്ല. പാണ്ഡ സാർ ഞങ്ങളെ സംശയിക്കുകയാണോ? ഇല്ല, പക്ഷെ നിങ്ങൾ വാണ്ടഡ് ആണ്. നിങ്ങളെ പിടിക്കുക എന്റെ ഡ്യൂട്ടിയാണ്. പിടിച്ചതിന് ശേഷം നിങ്ങൾ നല്ല കുട്ടികളാണെന്നുള്ള കാര്യം ഞാൻ തന്നെ എല്ലാരോടും നിങ്ങൾ പറയും. ഞങ്ങളെ പിടിച്ചു കഴിഞ്ഞ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ വാണ്ടിടാൻ കഴിയും? പിന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞാല് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ എങ്ങനെ പിടിക്കാൻ കഴിയും? അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഓടാം. നിങ്ങൾ പിന്നീട് വന്ന് ഞങ്ങളെ പിടിച്ചോ. ഓക്കേ ഓക്കേ, വേഗം വാ, പോവാം. സാർ എന്തുട്ടാണ് ഈ ആലോചിക്കുന്നേ? അവന്മാര് സാറിന് മണ്ടനാക്കിട്ട് കടന്നു കളഞ്ഞതാ. ഈഷ്, എന്തായാലും ഏജന്റ് വീട്ടിലേക്കല്ലേ പോകുന്നത്? വരൂ, നമുക്ക് അവരെ അവിടെ വെച്ച് പിടിക്കാം. വരൂ. അഡ്രസ് ഇത് തന്നെയാ. സംശയമുണ്ടോ? വരൂ, അകത്ത് പോയി നോക്കാം. റോബർട്ട്, റോബർട്ട് ചേട്ടാ, ചേട്ടൻ എവിടെയാ ഉള്ളത്? ഇവിടെ ആരെങ്കിലും ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നില്ല. ഇതെന്താ പുതിയ പ്രശ്നം? ഈ സീക്രട്ട് ഏജന്റ് പണ്ടത്തെ ബോക്സറാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇടിക്കുന്നത്. ഇത് ഇയാളുടെ വീട്ടിലെ സെക്യൂരിറ്റി സിസ്റ്റം ആണ്. സംശയമുണ്ടോ? അയ്യോ, രക്ഷപ്പെട്ടോ. ഈ ഹാറ്റ് എങ്ങനെയാണ് കാറ്റിന്റെ മുകളിൽ നിൽക്കുന്നത്? അത് ചിലപ്പോ അയാൾ നടന്നു പോയപ്പോ തലേന്ന് അത് ഇളകിപ്പോയതായിരിക്കും. അവസാനം അത് ഇവിടെ തന്നെ നിന്നുപോയി. ഇതെന്തായാലും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഹാറ്റ് തന്നെയാ. എന്തായാലും ഒന്ന് വെച്ച് നോക്കാം. ഇതെന്താ ഈ സംഭവിക്കുന്നേ? ഹണി, അത് വേഗം എടുക്ക്. എടാ ഹണി, നീ എന്തായി ചെയ്യുന്നത്? ഞാനൊന്നും ചെയ്തതല്ല, അത് തന്നെ തന്നെ സംഭവിക്കുന്നതാണ്. ഓ എന്റെ അമ്മേ. അല്ല, ഈ ഹണിക്ക് എന്താണ് ഈ സംഭവിച്ചത്? ഇവനെന്തോ വട്ടുപിടിച്ചെന്നാ എനിക്ക് തോന്നുന്നത്. ഇതിന് കാരണം ഈ ഹാറ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇത് മാജിക്കൽ ഹാറ്റ് ആണെന്നാണ്.
ഇത് മാജിക്കലൊന്നും അല്ല. ഇത് തീർച്ചയായിട്ടും ഏതോ സയന്റിസ്റ്റ് ചെയ്തതായിരിക്കും. സംശയമുണ്ടോ? ആ ഏജന്റ് നമ്മളോട് പറഞ്ഞത് ഇവിടെ റോബർട്ടിനെ കാണാൻ പറ്റുമെന്നാണ്. റോബർട്ട് ഇവിടെ? ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. വരൂ, നമുക്ക് പോയി നോക്കാം. തീർച്ചയായും ഇതിൽ ആരെങ്കിലും ആയിരിക്കും റോബർട്ട്. എടാ യുമാരെ, ആ പഴയ ഗുണ്ടകൾ തന്നെയാ. വാ, ഇവിടുന്ന് രക്ഷപ്പെടാം. നമുക്ക് മുകളിലേക്ക് പോകാം. ഇവിടെ ആരോ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അല്ല, ഈ ഹാറ്റ് ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. നിക്ക്, ഓടി ഓടി അവരെ പിടിക്ക്. ആ ഹാറ്റ് തിരിച്ചു തന്നേക്ക്. മര്യാദയ്ക്ക് ഞങ്ങളോട് വന്ന് സറണ്ടർ ചെയ്യേ. ഓടി ഓടി. എടാ, മര്യാദയ്ക്ക് അവിടെ നിൽക്കുന്നതാണ് നല്ലത്. ഞങ്ങള് ക്രൈംബ്രാഞ്ചുകാരാണ്. നിക്ക്. ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഞങ്ങളെ പറ്റിക്കാൻ കഴിയുകയില്ല. എന്നാ നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഓടി ഓടി. എങ്കി വാ, നമുക്കൊരു കൈ നോക്കാം. അയ്യോ അയ്യോ കൊള്ളാലോ, ഈ വാച്ച് എന്തായാലും ഒരു സംഭവം തന്നെയാണ്. ഞാൻ വീഴാൻ പോയപ്പോ ഇതെന്നെ രക്ഷിച്ചിരിക്കുന്നു. നിർത്തു. ഇത് ക്രൈം ബ്രാഞ്ചിന്റെ ഓഫീസർ മിസ്റ്റർ ബാൽസിംഗ് ആണ്. സർ, ഇത് ഹണി ബണി ജോർദാർ പിന്നെ പോപ്പട്ടാണ്. ഒരുപാട് ക്രിമിനൽസിനെ പിടിക്കാനായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർ ഞങ്ങളുടെ ഏജന്റിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. ഓടി ഓടി. അല്ല, ഞങ്ങൾ കാറിലിരിക്കുകയായിരുന്നു. ഓടിപ്പോയ ഏജന്റ് ഒരു ഗുണ്ടയായിരുന്നു. സർ, ഇവർ തെറ്റ് ചെയ്ത് കാണുമെന്ന് എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. ഇവരെപ്പോഴും നമ്മളെ സഹായിക്കാറാണ് പതിവ്. ലോകത്തിലെ ഏത് വലിയ രോഗമായിരുന്നാലും അത് ഹണിയെ കൊണ്ട് മാത്രമേ ശരിയാക്കാൻ കഴിയൂ. അവരാരാണെന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും ഇനി ഈ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചേ മതിയാകൂ. ഞങ്ങളോടൊപ്പം വേഗം വരൂ. ഓടി ഓടി. നിങ്ങളുടെ ഓഫീസ് വളരെ ദൂരെയല്ലേ? ഓടി ഓടി വരാൻ ഞങ്ങളൊരു പരുവത്തിലാകും. ഷൂ, ഓടി ഓടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലാണ്. അത് നിർത്താൻ കഴിയില്ല. ആ ഏജന്റിനെ കണ്ടെത്താനായിട്ട് നിങ്ങളോട് തന്നെ സഹായിക്കണം. ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നമുക്ക് നല്ലത്. ഞാൻ പറയാം, എല്ലാം എല്ലാം ഞാൻ പറയാം. സത്യം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല. ഉറങ്ങാൻ പോലും കഴിയില്ല. ഓ, നിന്റെ പേരെന്താണെന്ന് പറയേ. എന്റെ പേര് ധന്യപ്രസാദ് എന്നാണ്. എല്ലാവരും എന്നെ ടി എന്ന് വിളിക്കാറുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അടിച്ചെന്റെ പേട്ട് തലയാൻ പൊട്ടിക്കും. ലാബിന്ന് നീ എന്താണ് കൊണ്ടുപോയത്? അത് ലാഭാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനത് പച്ചമുളക് ഗോഡൌൺ ആണെന്ന് വിചാരിച്ചു വന്നതാ. പച്ചക്കറി വിൽക്കുന്നതാ എന്റെ പണി. തുടങ്ങിക്കോ. ഓക്കെ സാർ. മതിയാക്ക് മതിയാക്ക്. അയ്യോ, എന്നെ ഇങ്ങനെ ചിരിപ്പിക്കരുതേ. എന്റെ ആൾക്കാരൊക്കെ വല്ലാത്തവന്മാരാണ്. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. മര്യാദക്ക് പറഞ്ഞോ, നീ എന്താണ് ലാബ് ഇത് കൊള്ളയടിച്ചത്?
ഞാൻ ഇതുവരെ ഒരു ചായ പോലും കുടിച്ചിട്ടില്ല. പെൻഡ്രൈവിൽ എന്തായിരുന്നു? നല്ല ഉണ്ണിയപ്പായിരുന്നു. ആ പെൻഡ്രൈവ് നീ ആർക്ക് കൊണ്ട് കൊടുത്തോ? എന്റെ മുത്തച്ഛന്. നീ ഒരു വലിയ സംഭവമാണെന്നാണോ കരുതുന്നത്? ഇവന് കൊടുക്കുന്ന ശിക്ഷയിൽ ഇവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. ഇവനെ അന്വേഷിച്ച് തീർച്ചയായും ഇവിടെ ആരെങ്കിലും എത്തും. ബൈ. എല്ലാരും കേട്ടോളൂ. M3 ഞങ്ങളുടെ കഴിവുള്ള ഒരു ഏജന്റ് ആയിരുന്നു. ഓടിക്കൊണ്ട് അത് ശരി. അപ്പൊ ഓടാത്ത നിങ്ങളുടെ ഏജന്റ് ആരാണ്? മതിയാക്ക്. എന്താ നീ എന്നെ കളിയാക്കിയാണോ? ഓടിക്കൊണ്ട് ഞാൻ എങ്ങോട്ടും ഓടുന്നില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആരെങ്കിലും പ്രൊജക്ടർ ഓൺ ചെയ്യേ. ഓടിക്കൊണ്ട് ഇവന്റെ പേരാണ് പ്യാര്. പാരയ്ക്ക് പോലെ ഒരു കോടാലി വെക്കായിരുന്നു. സംശയമുണ്ടോ? വെറുതെ എന്നെ തെറ്റിക്കരുത്. പേര് പ്യാര്. ഓടിക്കൊണ്ട് ഇതെന്ത് പേരാണിത്? ഓടിക്കൊണ്ടെന്ന് സർനെയിമോ? മിണ്ടരുത്. M3 എവനെ കുറിച്ചാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഓടിക്കൊണ്ട് അതെ, ഞങ്ങളും കണ്ടായിരുന്നു. ഞങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പരിചയപ്പെട്ടത്. സർ, എന്താണ് ഈ പ്യാരെ ചെയ്തത്? ചെയ്തതോ? ചെയ്യാത്തതായിട്ടൊന്നുമില്ല. ഇവൻ എന്തോ തെറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് M3ക്ക് അറിയാമായിരുന്നു. ഇവൻ ഈ സിറ്റിക്ക് തന്നെ വലിയ ആപത്താണ്. ഓടിക്കൊണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അവൻ അറസ്റ്റ് ചെയ്യാത്തെ? അങ്ങനെ ചെയ്യാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒരു തെളിവുമില്ല. ഓടിക്കൊണ്ട് അത് ഞങ്ങൾ ഉണ്ടാക്കാം. ഓടിക്കൊണ്ട് സംശയമുണ്ടോ? പക്ഷെ ഇവനെ എവിടെ കിട്ടും? ഇവൻ ദിവസവും രാത്രി റെസ്റ്റോറന്റ് ന്യൂയോർക്കിലെത്തും. ഓടിക്കൊണ്ട് അവൻ ഓടിക്കൊണ്ട് വരുമ്പോ ഞങ്ങൾ അവനെ ഓടിച്ചിട്ട് പിടിക്കും. എടാ മരമണ്ടനായ കഴുതേ, നിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. ഓടിക്കൊണ്ട് സാറേ, അങ്ങ് വെറുതെ ദേഷ്യപ്പെടണ്ട. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് റെസ്റ്റോറന്റ് ന്യൂയോർക്കിൽ പോയി അവനെ പിടിച്ച് അവന്റെ പദ്ധതി എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. നമ്മൾ എല്ലാവരും വേഷം മാറി പോയി കഴിഞ്ഞാൽ അവിടെ ആർക്കും തന്നെ മനസ്സിലാവുകയില്ല. അല്ല, താനേത് ഗ്രാമത്തിൽ നിന്നാ വരുന്നത്? ഞാൻ ഏത് ഗ്രാമത്തിൽ നിന്നാ വന്നേന്ന് നിനക്ക് ഇപ്പൊ തന്നെ കാണിച്ചു തരാം. നീ എന്താ ഈ കാണിക്കുന്നത്? അവന്റെ മുന്നിലെ നമ്മുടെ വേഷമെല്ലാം വെളിച്ചത്താവും. പക്ഷേ എന്റെ കൊച്ചളിയ, അവൻ ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്തിയില്ലല്ലോ. അവൻ എപ്പോ വേണമെങ്കിലും വരാം. ഓടിക്കൊണ്ട് തണുത്ത എന്തേലും കൊണ്ടുവാ. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നേ ഇല്ല. അല്ല, ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇയാള് കിടന്ന് ഉറങ്ങാണല്ലോ. ബോസ് എഴുന്നേൽക്കോ. ആ കേട്ടോ,
നാളെ നടക്കാൻ പോകുന്ന ഫാം ഹൗസ് പാർട്ടിയിലേക്ക് എല്ലാ ഗസ്റ്റിനെയും പേഴ്സണലായിട്ട് വിളിക്കണം. എനിക്ക് ഉറക്കം വരുന്നതേ ഇല്ല. ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നേ? നോക്ക്, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് എല്ലാ ബോഡി ഗാർഡ്സിന്റെ ശ്രദ്ധ തിരിക്കാം. അപ്പൊ നിങ്ങൾ 3 പേര് കാരാസ് ഇങ്ങനെ പൊക്കണം, മനസ്സിലായോ? ഇടാ പ്യാരെ വളരെ ശക്തനാണ്. അയാൾ അത്ര പെട്ടെന്നൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അയാളുടെ കൂൾ ഡ്രിങ്ക്സിനകത്ത് ഉറക്കക്കുളി ഇടാം. ആൾ ഉറങ്ങിക്കോളും. ഓടിക്കൊണ്ട് അയാൾ ഓടി ഓടി എവിടെങ്കിലും കിടന്ന് ഉറങ്ങുവാണെങ്കിലോ? എടാ പ്യാരി, നിന്നെയാണ് ഞങ്ങൾ അന്വേഷിച്ച് നടന്നതാ. ഞാൻ എന്നും രാത്രി ഇവിടെ തന്നെയല്ലേ വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. പൈസ എടുക്ക. താരെന്താണോ ഈ തരുന്നത്? ഞങ്ങളെന്താ ഭിക്ഷക്കാരാണെന്ന് വിചാരിച്ചോ? പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഭിക്ഷക്കാരല്ലാതെ പിന്നെ ആരാന്നാ കരുതുന്നേ? വലിയ ആൾക്കാരൊന്നും കാശ് ചോദിക്കാറില്ല. വലിയ ബോസിന്റെ അടുത്തുനിന്ന് 100 കോടി വാങ്ങിച്ചില്ലേ? അതിങ്ങെടുക്ക. നിങ്ങളെ പോലുള്ള മരമണ്ടന്മാരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. 100 കോടി ആരെങ്കിലും പോക്കറ്റിൽ വെച്ചോണ്ട് കറങ്ങി നടക്കുമോ? എനിക്ക് അതൊന്നും അറിയണ്ട. ബോസ് പൈസ വാങ്ങിച്ചോണ്ട് വന്നതെന്ന് പറഞ്ഞിരിക്കുക. എങ്കിൽ നിന്റെ ബോസിനോട് പറഞ്ഞേക്ക് അവന്റെ അടുത്തൊന്ന് തന്നെ പൈസ അടിച്ചു മാറ്റി അവന്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കാമെന്ന്. എന്താ പറഞ്ഞേ? 2 ദിവസത്തിനകം ഞാൻ പൈസ തന്നിരിക്കും. അതൊന്നും പറ്റില്ല. ഇന്ന് വേണം, ഇന്ന് തന്നെ. അതൊന്നും തരാൻ പറ്റില്ല. നിന്റെ ബോസിനോട് പറഞ്ഞേക്ക്. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നേ ഇല്ല. എടാ, ഇന്ന് നിന്നെ ഞങ്ങൾ മൊത്തത്തിൽ അങ്ങ് ഉറക്കിയേക്കാം. എന്റെ സാറേ, ഒന്ന് എഴുന്നേൽക്ക്. പിന്നെ ഒരിക്കലും അങ്ങേക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. ഇന്നത്തോടെ നിന്റെ കഥ ഞങ്ങൾ കഴിക്കും. ഇവന്മാരെ വെറുതെ വിടരുത്. ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നമുക്ക് നല്ലത്. എടാ പ്യാരെ രക്ഷപ്പെട്ടു പോയടാ. സംശയമുണ്ടോ? ചെയ്തു വെച്ചിരുന്ന പ്ലാൻ എല്ലാം പൊളിഞ്ഞു. ഓടിക്കൊണ്ട് നാളെ രാത്രി പാരാസിങ്ങിന്റെ ഫാം ഹൗസിൽ ഒരു പാർട്ടി ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ M3യെ അതിനകത്താണ് അടച്ചു വെച്ചിരിക്കുന്നതെന്ന്. എങ്കിൽ നാളെ നമുക്ക് വേറെ വേഷവും ധരിച്ച് ആ പാർട്ടിയിലേക്ക് പോകാം. വളരെ സൂക്ഷിക്കണം, ആരും തന്നെ പിടിക്കപ്പെടരുത്. നിങ്ങൾ എന്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാർട്ടിയൊക്കെ വെക്കാത്തത്? കാരണം എനിക്ക് ഉറക്കം വരാറേ ഇല്ല. അടിപൊളി. ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉറങ്ങുകയാണല്ലോ. അല്ല, പാർട്ടി നടത്തുന്നത് എനിക്കൊരു പാഷനാണ്. പക്ഷെ എനിക്ക് ഉറക്കം വരുന്നതേ ഇല്ല. നല്ല ചൂട് പാലിൽ ഏലക്കിട്ട് കഴിച്ചാ മതി, നല്ല ഉറക്കം വരും. അങ്ങ് പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഉറക്കം വരും.
അല്ല, അങ്ങയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഹണി എന്നാ. ഓ, യോയോ ഹണിയാണോ? അല്ല, വെറും ഹണിയാ. അല്ല, ഹണി ആയുർവേദാചാര്യൻ ഹണി. ലോകത്തിലെ ഏത് വലിയ രോഗമായിരുന്നാലും അത് ഹണിയെ കൊണ്ട് മാത്രമേ ശരിയാക്കാൻ കഴിയൂ. അങ്ങേക്ക് എന്താണ് പ്രശ്നം? എനിക്കൊന്നുമില്ല, പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല. ആരാ അത്? ഇതാണ് നിങ്ങളുടെ പ്രശ്നം. സംശയമുണ്ടോ? എവിടെ ചെന്നാലും അവിടെ കിടന്നുറങ്ങും. സംശയമുണ്ടോ? എനിക്ക് ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുമ്പോ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു പോകും. പക്ഷെ അങ്ങനെ പറയുന്നതും പ്രോബ്ലം തന്നെയാണ്. ഇത് കഴിച്ചോളൂ, 2 മിനിറ്റിനുള്ളിൽ തന്നെ അങ്ങേക്ക് നന്നായിട്ട് ഉറക്കം വരും. സാറിന് അടി കിട്ടിയിട്ട് പോലും ഒന്നും പറയുന്നില്ലോ. അപ്പൊ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ കാരേ സാറിന് ഒരെണ്ണം കൊടുത്താൽ തന്നെ എഴുന്നേക്കുമായിരുന്നു. പക്ഷേ ഇപ്പൊ പോത്തിനെ പോലെ എന്ത് ചെയ്താലും എഴുന്നേക്കുന്നില്ല. ഒരു പക്ഷേ ബോധം കിട്ടതായിരിക്കും. നിങ്ങൾ പെട്ടെന്ന് ഡോക്ടറിനെ വിളിക്ക്, ഇല്ലെങ്കിൽ ഇയാളുടെ കാര്യം പോക്കാം. സംശയമുണ്ടോ? നമ്മൾ വന്ന പണി കഴിഞ്ഞു. യുവമാരൊക്കെ ഇവിടെ ബിസി ആയിരിക്കും സമയത്ത് നമുക്ക് ഏജന്റിനെ പോയി അന്വേഷിക്കാം. ഇപ്പോഴെങ്കിലും ഒന്ന് എഴുന്നേക്കണം സാർ, എന്റെ ഷിഫ്റ്റിന്റെ സമയവും തീരാ പോവാണ്. എന്താ ഇത്? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാണ്. ആര് വരുന്നുണ്ട്? നമുക്കിവിടെ താഴ്ന്നിരിക്കാം. പോവാൻ. ഈ ഫാം ഹൗസ് വളരെ വലുതാണ്. എങ്കിൽ നമുക്ക് ഏതെങ്കിലും ചെറിയ ഫാം ഹൗസിൽ പോയി അന്വേഷിച്ചാലോ? കഴുതേ, വേറെ ഫാം ഹൗസിൽ അന്വേഷിച്ച സീക്രട്ട് ഏജന്റ് എങ്ങനെ കിട്ടും? കൊച്ചലിയ, അത് നമ്മൾ അന്വേഷിച്ച് നോക്കിയതിന് ശേഷമല്ലേ പറയാൻ പറ്റൂ. ആരാ നിങ്ങൾ? അല്ല, ഇവിടെ എന്തെടുക്കുക? വാഷ്റൂം അന്വേഷിച്ചോണ്ടിരിക്കുക. വാഷ്റൂം ഇവിടെയല്ല, അവിടെയാണ്. അതെയോ? എന്നാൽ അവര് ഞങ്ങള് ഇവിടേക്ക് വരാൻ പറഞ്ഞു. എവിടേക്ക്? അവിടേക്ക്. വേഗം വാ. എനിക്കറിയാം ഞങ്ങൾ ആരാണ്, എന്തിനാ ഇവിടെ വന്നതെന്ന് നീ ഇപ്പൊ ചോദിക്കുമെന്നറിയാം. ഞങ്ങള് വാഷ്റൂം അന്വേഷിച്ചോണ്ടിരിക്കയാണ്. പിന്നെ ഞങ്ങളെ ദാ അവരാണ് ഇങ്ങോട്ടേക്ക് അയച്ചത്. ഇത് ചീറ്റിംഗ് ആണ്. നീ ഇപ്പൊ ബോധം കെട്ടാണ് വീഴേണ്ടത്. എടാ, നിന്നെ ഞാൻ ഇപ്പൊ തന്നെ ബോധം കെടുത്തി തരാം. എന്റെ മീ, നമ്മളിവിടെ കുടുങ്ങി. അവരടിക്ക്. വാ കൊച്ചലിയ, നമുക്ക് ആ ഏജന്റിനെ അന്വേഷിക്കാം.
ഈ ഫാം ഹൗസ് വളരെ വലുതാണ്. ഇങ്ങനെ അന്വേഷിച്ചു കിടന്ന ഒരുപാട് സമയം എടുക്കും. നീ ഇതുവഴി പോയിക്കോ, ഞാൻ അതുവഴി പോയി അന്വേഷിക്കാം. കണ്ടായിരുന്നോ? ഇല്ല കൊച്ചലിയ. ഇവിടെ ഇത്രയും സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഏജന്റ് ഇവിടെ തന്നെ ഉണ്ടാവും. ഇതാ നോക്കിയേ, അയാളായിരിക്കും M3 എന്ന് പറയുന്ന ഏജന്റ്. താങ്ക് യു. നല്ല സമയത്ത് തന്നെ വന്നാണ് നിങ്ങൾ എന്നെ രക്ഷിച്ചത്. നമുക്കുടനെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകാം. പക്ഷെ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? പുറത്താണ് ഈ കനത്ത സെക്യൂരിറ്റിയും. നിങ്ങൾ എന്തായാലും കണ്ടുപിടിക്കും. ഡോണ്ട് വെറി, ഇതുണ്ടല്ലോ, ഫ്ലൈയിങ് ബോർഡ് ഓൺ ചെയ്യുക. ബണ്ണി, നമുക്ക് ഇതുപോലെ ആ പോപ്പറ്റിനെയും സോർദാറിനെയും കൂട്ടിക്കൊണ്ട് പോയാലോ? M3 പ്യാരാസിംഗിന്റെ പ്ലാൻ എന്താണ്? ഓടിക്കൊണ്ട് ഓടിക്കൊണ്ട് പറയേണ്ട ഒരാവശ്യവും ഇല്ല. അങ്ങ് ഇരുന്നിട്ടേ കാര്യങ്ങൾ പറഞ്ഞാ മതി. പുറത്തു നോക്കിയാ അവനൊരു വലിയ ബിസിനസ്മാനാണ്, പക്ഷെ അങ്ങനെയല്ല, വലിയൊരു ക്രിമിനലാണ്. പക്ഷെ അവനൊരു വലിയ ക്രിമിനൽ ആണെന്ന് ലോകത്തെ മുഴുവൻ അറിയിക്കാനായിട്ട് അവനൊരു ഭയങ്കര പ്ലാൻ ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്താണ് പ്ലാൻ? അവന്റെ ലാബിൽ അവനൊരു വലിയ ഗണ്ണുണ്ടാക്കുകയാണ്. അതിന്റെ റേഞ്ച് 10 കിലോമീറ്റർ ആണ്. അതിൽ നിന്ന് ഗ്യാസ് വർഷിച്ചാൽ ഈ സിറ്റിയിലുള്ള എല്ലാവരും തന്നെ ഉറങ്ങിപ്പോകും. അവനാണെങ്കിൽ ഉറക്കം വരില്ല, പക്ഷെ സിറ്റിയിലുള്ള എല്ലാവരും ഇപ്പൊ ഉറക്കാൻ പോവുകയാണ്. വ്യത്യസ്തനായ മണ്ടനവൻ. അവൻ എന്തിനു വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവൻ എങ്ങോട്ടാ ഓടാൻ പോകുന്നേ? അങ്ങനെ സംഭവിച്ചാ സിറ്റി തന്നെ നശിക്കില്ലേ? എല്ലാ ബാങ്കും കാലിയാവും. അവനെ എങ്ങനെയെങ്കിലും നമുക്ക് തടഞ്ഞേ മതിയാവൂ. ഗൈസ്, ഇന്ന് രാത്രി അവൻ അത് ചെയ്യാൻ പോവുകയാണ്. ഹണി, ഈ ഹാറ്റ് എനിക്കിതാ. എന്നിട്ട് എല്ലാവരും എന്നോടൊപ്പം വാ. വരൂ, അവന്റെ ലാബിന്റെ അഡ്രസ് എനിക്കറിയാം. ഇനി നമ്മൾ ഈ സിറ്റിയെ ഉടനെ ഉറക്കും. എനിക്ക് ഉറക്കം വരുന്നില്ല. എഴുന്നേൽക്ക്, ഇത് ഉറങ്ങാനുള്ള സമയമല്ല, എഴുന്നേൽക്കേണ്ട സമയമാണ്. എല്ലാരും ആന്റിഡോട്ട് കഴിച്ചല്ലോ അല്ലേ? അല്ലെങ്കിൽ ഗ്യാസ് കാരണം നമ്മളെല്ലാം ഉറങ്ങേണ്ടി വരും. ഞങ്ങളുടെ നല്ല തല്ലും മേടിച്ച് നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും. ഇവന്മാരെ വെറുതെ വിടരുത്. അയ്യോ, മുട്ട പൊട്ടി. വേഗം വേഗം ഫയർ ചെയ്യ, പിന്നെ ഇവരെല്ലാം ഉറങ്ങും, പിന്നെ എഴുന്നേൽക്കില്ല. ബണ്ണി, അവന് വേഗം തടയി. ഓടിക്കൊണ്ട്
ബണ്ണി പ്യാരെ ഫയർ ചെയ്യാൻ പോവുകയാണ് സംശയമുണ്ടോ? എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല, പക്ഷേ സിറ്റി മുഴുവൻ ഉറങ്ങാൻ പോവുകയാണ്. അല്ല, ആരെങ്കിലും ഈ കുംഭകർണനെ വേഗം ഒന്ന് എഴുന്നേൽപ്പിക്ക്. എഴുന്നേൽക്ക്. ആ, 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 ആ. അല്ല, ആരെങ്കിലും അവനെ ഒന്ന് എഴുന്നേൽപ്പിക്ക്. ഓടിക്കൊണ്ട് ഓടിക്കൊണ്ട്. വേഗം റഡാർ നശിപ്പിക്കുക. റഡാറിനെ നശിപ്പിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. ഞാൻ മാനുവലായി തന്നെ ഇതിനെ പ്രവർത്തിപ്പിക്കും. എനിക്ക് ഉറക്കം വരുന്നേ ഇല്ല. ഈഷ്, പിടിക്കവരെ. ആരും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. ഇതാ ഈ കുട പിടിച്ചോ, മഴ പെയ്യുമ്പോഴേ ആവശ്യം വരും. അടിപൊളി കുട്ടികളെ, നിങ്ങൾ വലിയൊരു ക്രൈമാണ് തടഞ്ഞിരിക്കുന്നത്. ഇന്നാ ഇത് പിടിച്ചോ. ഇനി എന്തായാലും ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ ആകാൻ പോകുന്നത് ഞാൻ തന്നെയായിരിക്കും. പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല. ഈഷ്, എഴുന്നേൽക്ക്. ഇനി ജയിലിൽ പോയി ഉറങ്ങാം. പൊക്കോ, ജയിലിനകത്ത് നിനക്ക് നല്ല ഉറക്കം വരും. ഓടിക്കൊണ്ട് ഓടിക്കൊണ്ട്. ഇതെന്തായാലും നല്ലൊരു സജഷൻ തന്നെയാണ്. ഒരുപാട് ദൂരം ഓടിക്കഴിയുമ്പോ തനിക്ക് നന്നായിട്ട് ക്ഷീണം വരും. ആ ക്ഷീണം കൊണ്ട് തനിക്ക് നന്നായിട്ട് ഉറങ്ങാനും കഴിയും. നീ പറഞ്ഞത് ശരിയാണ്, എനിക്ക് ഉറക്കം വരുന്നില്ല. ഈഷ്, ഇയാള് വീണ്ടും ഉറങ്ങി.